Assalamu alaikum. ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. So today I'm taking you to Sitwari Mohi Hosa, which means a palace like moons and stars. ഇതാണ് അവിടേക്കുള്ള എൻട്രൻസ് ഗേറ്റ്. നല്ല അടിപൊളിയായിരുന്നു കാണാൻ തന്നെ. കുറേ ഉസ്ബെക്ക് ട്രഡീഷണൽ ഡ്രസ്സും ജ്വല്ലറി, പിന്നെ അതുപോലെ തന്നെ പീക്കോക്ക്. എന്തോരം പീക്കോക്കാണ്! നിങ്ങൾ എന്തായാലും ഇവിടെ വന്നാലും അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവാം. അതുപോലെ തന്നെ ഗാർഡൻ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ, വൈറ്റ്, അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് മൊത്തത്തിലുള്ളത്. ഫുൾ സിമെട്രിക്കലായിട്ടുള്ള ആർക്കിടെക്ചറാണ്. കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നു. അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഈച്ച് ആൻഡ് എവറി കോർണറും നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള വെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പിൻട്രസ്റ്റൊക്കെ ഇപ്പോഴല്ലേ ഉള്ളത്. ആ കാലത്ത് ഒരു 19th century ഇവരിതൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു തോട്ടാണ് എൻ്റെ മനസ്സിലേക്ക് പോയത്. അവരെത്ര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ. ഇപ്പോൾ ഓട്ടം സീസണായിരുന്നു ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആ കളർ പാലറ്റ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇറ്റ്സ് ലൈക്ക് വെരി സൂതിങ് ടു ദ ഐസ്. പിന്നെ ഇതൊക്കെ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. മൊത്തം ഒരു മിനിയേച്ചർ വേർഷൻ ഓഫ് ആർട്ടാണ്. നമുക്കത് അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ പാലസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആണെങ്കിൽ കുറേ റോബുകളും ബൂട്ട്സും അതുപോലെ തന്നെ അവരുടെ വെപ്പൺസ്, വെസൽസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ബൂട്ട്സിലാണെങ്കിൽ പോലും അവർ എംബ്രോയിഡേർഡ് ആണ്. ഈവൻ അവരുടെ വാൾസിൽ കാണുന്ന എംബ്രോയിഡറി പോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അവരുടെ ഈ റോബിലും അതുപോലെ തന്നെ ബൂട്ട്സിലേക്കുള്ള എംബ്രോയിഡറി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നൊരു റോബുണ്ട്. അതിലത്തെ ഓരോ വർക്ക്സും ഗോൾഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളാണത് കാണാനെന്നറിയോ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വെസൽസും കാര്യങ്ങളെല്ലാം കൂടുതലും ജാപ്പനീസ് ആൻഡ് ചൈനീസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വെസൽസാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഏരിയയാണ് എൻ്റെ ഫേവറേറ്റ്. ഒരു പാത്ത് വേ ഇങ്ങനെ പോയിട്ട് ഒരു ലേക്കാണ് അത് എൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ അവിടെ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുള്ളൊരു ഫ്രൂട്ടാണ്, മാക്കിലോർ ആഡംസ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട്. സ്കിൻ ഡിസീസസിനൊക്കെ നല്ലതാണെന്നാണ് ഇവർ പറയുന്നത്. ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ദ ഫേമസ് ഉസ്ബെക്ക് പ്ലേറ്റ്സ്, പെൻസ്, ചെസ് ബോർഡ്, പിന്നെ എംബ്രോയിഡേഡ് ബാഗ്സ്, അങ്ങനെ ഒരു നല്ല പീസ്ഫുൾ ഈവനിങ് ആയിരുന്നു. ആൻഡ് ഐ വെൻറ്റ് ബാക്ക് ഹോം വിത്ത് എ ഹാപ്പി ഹാർട്ട്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വ്ളോഗ്സ്. ടിൽ ദെൻ, ബൈ.